ആരത്? ഹായ് ഗായ്സ്. കുറെ കാലം ഡൈൻമ ലൈഫ് എടുത്തിട്ട് അപ്പോൾ നമ്മളിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇൻട്രോ ഇങ്ങനെ പോയി. ഇതൊരു പരീക്ഷണമാണ്. ഇത് എനിക്ക് സക്സസ് ആയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു പരീക്ഷണമാണ് അല്ലേ? ടാൻ റിമൂവ് ആണത്. അതെ. അപ്പോൾ എനിക്ക് കൈ നിറയെ ടാനാണ്, മുഖത്തും ടാൻ അടിച്ച് ഞാൻ ഒരാഴ്ച സൺസ്ക്രീൻ ഇല്ലാണ്ട് ജീവിച്ചു. പുറത്തൊക്കെ പോയി. അതുകൊണ്ട് തൃശ്ശൂർ കുന്നംകുളം വരെ സൺസ്ക്രീനിലാണ് പോയത് നട്ടിച്ച്. പിന്നെ ക്ലാസ് വിട്ട് വരുമ്പോൾ നല്ല വെയിലാവും. അതെ, സ്പെഷ്യൽ ആയി വരുമ്പോൾ നല്ല വെയിലുണ്ടാവും. അപ്പോൾ ഈ സൺസ്ക്രീനൊക്കെ ഒരുവിധം പോയില്ല. സോ അത് മാറ്റാൻ വേണ്ടിയുള്ള പരീക്ഷണം സക്സസ് ആയാൽ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അതെ, കുറേ കമൻസ് ഉണ്ട് സ്കൂൾ ഡേ ഇൻ ലൈഫ്. ഞാൻ നാളെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നാളെ സ്കൂൾ ഡേ ഇൻ ലൈഫ് എടുക്കാം, എന്നിട്ട് വീക്കെൻഡ്സിൽ ഷൂട്ട് ചെയ്യാണ്. പക്ഷേ അത് എടുക്കാൻ പറ്റില്ല. അന്ന് ഞാൻ എനിക്കുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടാണ് എടുത്തില്ല. അപ്പോൾ അതാണ് എടുക്കാതിരുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം ഫ്രീ ആകുമ്പോൾ എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പോയി മുഖമൊക്കെ കഴുകി. കഴുത്തിൻ്റെ ഇവിടെ കുറച്ചായിട്ടുണ്ട്. മുഖം കഴുകിയെടുത്തോളം എനിക്ക് ഭയങ്കര റിസൾട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മുഖം പെട്ടെന്ന് കഴുകുമ്പോൾ പെട്ടെന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. പിന്നെ കഴിഞ്ഞ് വീണ്ടും ഡിമ്മാവും. കയ്യും കുഴപ്പമില്ലാണ്ട് എനിക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് ചെറുതായിട്ട്. കാലിലാണ് പക്കാ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിലും വലിയ ഭീകരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്കറിയില്ല കേട്ടോ, ഇനിയിപ്പോൾ എനിക്കധികം ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇനി എന്നറിയില്ല. കാലുമ്പത്ത് എന്തായാലും ടാൻ തന്നെ ഉറപ്പാണ്. ചെരുപ്പിടുമ്പോൾ ചെരുപ്പ് കവറിങ് ഉള്ളതോട് തന്നെ ഒറിജിനൽ കളറും അതിൻ്റെ പുറത്ത് ഇങ്ങനെ ടാൻ അടിച്ചിട്ടുള്ള കളർ കറക്റ്റ് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് പുതിയ വിശേഷങ്ങൾ. ഇനി എനിക്കത് കുളിക്കണം. കുളിക്കാൻ എനിക്ക് മടിയായിട്ടിരിക്കുകയാണ്. ശരിക്കും ഇതിട്ടുള്ള കുഴപ്പമില്ല, പൊടികളുണ്ടാവും മൊത്തത്തിൽ. മുഖത്തൊക്കെ കഴിഞ്ഞോ? വീടെടുത്താ? അതെ, ഞാൻ ഉണ്ടാക്കിയ ദോശയാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. എല്ലാവരും ഇല്ല, ഞങ്ങളൊക്കെ കഴിച്ചു. ഇപ്പം ഞാനിപ്പോൾ ചുട്ട ദോശയാണ്. അതുകൊണ്ട് വേറെ സ്പെഷ്യൽ ടേസ്റ്റ്. ആ, നിന്നിട്ടാണോ അരച്ചതല്ലേ? നിന്നിട്ടാണോ അതിൽ തേച്ചത് ദോശക്കല്ലില്? സ്പെഷ്യൽ ടേസ്റ്റിന് എന്ത് ചള്ളിയ കൂട്ടോ. ഒന്നും പറയാം. കമന്റ് ഉണ്ട്, വിസ്മയ വ്ളോഗ്സിൽ ഓൺ വോയിസിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസിൽ സംസാരിക്കുന്നത് ഗൈസ്. ഞാൻ പറയാറുണ്ട്, ഓൺ വോയിസ് ആകുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണ്, പണി എളുപ്പമല്ലേ. വെതറിയ അതാ ഫാൻ ഓഫ് ചെയ്തത്. മൊബൈലിൽ ശബ്ദം കേൾക്കില്ല. പോട്ടെ, ഒക്കെ കുളിക്കാൻ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നൊരു ഡ്യൂട്ടി. അല്ല, ആഴ്ചയിൽ ഒരിക്കലും ഇല്ല. നീ എന്താ നിന്റെ റൂം അടിച്ചു വരും. ഞാൻ തന്നെ ഒക്കെ ചെയ്യാറ്. ഒതുക്കി വയ്ക്കും നീ. അത് കഴിഞ്ഞിട്ട് തുണികളൊക്കെ ഉണക്കി വെച്ചിട്ടൊക്കെ മടക്കി വെക്കണം കേട്ടോ. എന്ത്? അത് കഴിഞ്ഞിട്ട് തുണികൾ തോരടണം. പോയിട്ട് തുണികൾ തോരടണം. പാത്രം കഴുകാറുണ്ട്. ഹലോ ഗായ്സ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നുള്ളൂ. ഞാൻ ഈ ഒരു ടോപ്പ് ഇട്ടത് എന്താ അറിയില്ല, എനിക്കിന്ന് ഇടാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഇട്ടു. ആക്ച്വലി അതിൻ്റെ കൂടെ പാൻറ്റാണ് ഇടാൻ. ഞാൻ വീട്ടിൽ ഇടുന്ന എൻ്റെ ട്രൗസറാണ് ഇട്ടത്. കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റി പലാസോ ആക്കും. ഞാൻ മുഖത്ത് ക്രീം തേച്ചിട്ടുണ്ട്, ലിപ് ബാം ഇട്ടുണ്ട്. ക്രീം അല്ല, ഞാൻ സൺസ്ക്രീനാണ് തേച്ചിട്ടുള്ളത്. ഞാൻ ഇതാ കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ യൂഷ്വലി ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുക. പക്ഷെ അമ്മ വാങ്ങി കൊടുന്നപ്പോൾ ഇപ്രാവശ്യം ഫോക്കസ് ഡ്യൂയി സൺസ്ക്രീനാണ് വാങ്ങിയത്. എനിക്കിതിൻ്റെ ഒരു പച്ച കളർ കുപ്പിയിലുള്ളതാണ്. പച്ചയല്ല, വേറൊരു കളർ കുപ്പിയിലുള്ളതാണ്. അത് മാറ്റ് ഫിനിഷാണ്. എനിക്ക് മാറ്റാണ് ഇഷ്ടം. പക്ഷേ അമ്മ ഡ്യൂയിയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അവിടെ മാറ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു. പക്ഷേ ഇതെൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഇതും
ഒരു ബോട്ടിലും കൂടെ വാങ്ങിയിട്ടുണ്ട്, 2 വാങ്ങിയിട്ടുണ്ട്. എന്തോ ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്, അപ്പം അമ്മ വാങ്ങിയതാണ്. പിന്നെ ഒരു പുതിയ മോയ്സ്ചറൈസറും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പോൺസിൻ്റെ. അപ്പം ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് മുഖത്ത്. അതാണ് ഡ്യൂയി ആയിട്ട് മുഖം ഇരിക്കുന്നത്. നഴ്സ് വന്നു ഗൈസ്. കുളി കഴിഞ്ഞാ? ആ കുളി കഴിഞ്ഞല്ലേ, ശരിയാ. മുഖത്തൊന്നും ചെയ്തില്ല, സൺസ്ക്രീൻ ഇട്ടില്ല. ഇവർക്ക് പുതിയ സൺസ്ക്രീൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്, കിഡ്സിന് ഉപയോഗിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ചൂടെടുക്കണ്ട, ഫാൻ ഇട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മുടി കെട്ടി വെക്കും, എന്നാലും മുടിയത്തെ കുറച്ച് വെള്ളമൊക്കെ അബ്സോർബ് ആവുക. അത് കഴിഞ്ഞിട്ട് മുടി അഴിച്ച് ഞാൻ വരാം. എൻ്റെ ഗ്ലോയി ലുക്ക് ഇത് ഗൈസ്. ഇനി നമുക്ക്, ഞാൻ എണ്ണ തേച്ചിട്ടില്ല കേട്ടോ, നാളെ എണ്ണ തേക്കും. ഇന്ന് ഞാൻ തേക്കണ്ട പറഞ്ഞു, അമ്മോട് നാളെ തേക്കത്തുകൊണ്ട് നമുക്കിത് കൊണ്ടുപോയിട്ട് തിരുമ്പാനിടാം ഗൈസ്. കമാൻ നേർച്ച ഇവിടെ ഉണ്ട്, നമുക്ക് പോവാം. ഇപ്പോൾ സമയം 1 മണിയായി. എനിക്കറിയാം ഗൈസ് ഇന്ന് കുറച്ച് ലേറ്റ്, ഇതിനെക്കാട്ടി ലേറ്റ് ആവാറുണ്ട്, പക്ഷെ ഇന്ന് നേരത്തെ. ഇവിടുന്ന ചന്ദനാണിത്. അമ്പലത്തിൽ എന്നോ പോയപ്പോൾ നമ്മൾ അല്ല കുറച്ച് ദിവസം മുമ്പ് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് ചന്ദനം കൂടെ ഇടാം, അങ്ങനെ ലുക്ക് കംപ്ലീറ്റ് ആവുക. കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇഷ്ടത്തിന് ഇടമാണ്. നിനക്ക് വേണ്ടേ? നീലമാണ് നമുക്ക് വീഡിയോ എടുത്തത്. ഇത് ഞാൻ ഏതായാലും ഡൈനിങ് ഹാളിൽ വന്നിരുന്നാണ്ട് അതിൻ്റെ നേരെ താഴെ ഫാനിൻ്റെ താഴെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് മുടി ഉണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ക്യാമറ ഇങ്ങനെ ഓണാക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നില്ലല്ലോ, അതാണ് ഇങ്ങനെ ക്യാമറയുടെ അടുത്ത് കിഴക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ, മുടി ഇങ്ങനെ കുറേ നേരം ഫാനിൻ്റെ അടിയിൽ തന്നെ വെച്ചിരുന്നാൽ ഒരുവിധം ഉണങ്ങിക്കോളും. അതല്ലാതെ എക്സ്ട്രാ വെറുതെ ഹെയർ ഡ്രയർ അങ്ങനെയൊന്നും വെച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാറില്ല കേട്ടോ. ഉറങ്ങില്ല, ഉണക്കാറില്ല. വെറുതെ മുടി ഇങ്ങനെ അഴിച്ചിട്ട് നടക്കും. പിന്നെ കുളിക്കാൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് രാത്രിയാവും മുടിയൊക്കെ ഉണങ്ങി വരാൻ. അങ്ങനെയല്ല, ഒരു വൈകുന്നേരമൊക്കെ എന്തായാലും ആവും മുടിയൊക്കെ ഉണങ്ങി ഇങ്ങനെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് പച്ചമുടി കെട്ടിവെക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഗൈസ്, നമുക്കിനി അടുത്ത ക്ലിപ്പിലോട്ട് പോവാം. ഒക്കെ അങ്ങോട്ട് ഓൺ വോയിസ് ഉള്ള വീഡിയോസാണ് കേട്ടോ. എന്താ പരിപാടി? ഭക്ഷണം കഴിക്കണ്ടേ? കഴിക്കണം. കുറച്ച് ഹോംവർക്കൊക്കെ തീർക്കാനുണ്ട്. ഏതാ? മാത്തമാറ്റിക്സ് ടെക്സ്റ്റിലോ? പിന്നെന്താ തിങ്കളാഴ്ചത്തേക്ക് പഠിക്കാനുണ്ട്, ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഏതാ? മാത്സ് മാത്രമേ ഉള്ളൂ? മാത്സ് ടെസ്റ്റ് പേപ്പറും പിന്നെ പൊളിറ്റിക്സ് റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറെ പേര് സ്റ്റഡി വ്ലോഗ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഭീകര സ്റ്റഡി വ്ലോഗാ. കുറെ പേര് പേപ്പറും കാണിക്കാനും പറയുന്നുണ്ട്. മാർക്ക് പ്രതീക്ഷിച്ചത്ര മാർക്ക് ഇല്ല. അല്ല, അതുകൊണ്ടല്ല കാണിക്കാത്തത്, നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാം, എല്ലാം കൂടി കാണിച്ചിട്ട്. അല്ല, അതുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ മാർക്ക് കാണിക്കാൻ എന്തോ താല്പര്യക്കുറവ് വന്നു അല്ലേ. കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നു തുടങ്ങി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ട് അവസാനം കമൻറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നു. ഉണ്ട്. അവൾക്ക് ഭയങ്കര ഷോഫാണ്, അവളെ മാർക്ക്, അവൾ അത് ഇത് പിന്നതല്ല ഇപ്പൊ തന്നെ ഇങ്ങനെ. ഇനിയിപ്പോ കുട്ടി +2 വരുമ്പോ എന്താവും, അങ്ങനെ ഓരോ. അപ്പൊ അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. നമുക്ക് ഓരോ സ്റ്റെപ്പുകളല്ലേ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ അടുത്ത സ്റ്റെപ്പ് അടുത്ത ഡിഫിക്കൽട്ട് അല്ലേ. വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ മുടി ഒരു രസമല്ലേ, ഭംഗിയില്ല, അതുകൊണ്ട് മുടിയൊക്കെ മാറ്റി കെട്ടിയെടുക്കുന്നു. ഞാൻ മുടി ഉണങ്ങിയിട്ടില്ല, പിന്നെ അത് ബുക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുടി ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ ഞാൻ അതിങ്ങനെ വെറുതെ. ഇപ്പോൾ കഴിക്കണ്ട ഭക്ഷണം? 2 മണിയായിട്ടുള്ളോ? 2 മണിയായിട്ടുള്ളൂ എന്നാ. അപ്പം ഞാൻ തുണികളൊക്കെ തോരട്ട് വരാം. ഉണ്ണിയെല്ലാം അവിടെ TV ഇരുന്ന് കണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റെസ്റ്റ് എടുക്കണോ? എന്തേ? ഒന്നുമില്ല, ഉറക്കം വരുന്നുണ്ട്, എന്നാ ഉറങ്ങണ്ട. ഭക്ഷണം കഴിച്ച് വയർക്ക് ഫുള്ളായി കുമ്പ ചാടിയ ഉറങ്ങണ്ട.
എന്താ പോവണ്ടേ സാരി ആ കുഴപ്പമില്ല, ഞാൻ ഉറങ്ങാൻ പോവാം. ഉറക്കം വന്നിട്ട് വയ്യ. 2:45. 2:45. ഹലോ ഗൈസ്, നമ്മൾ പുറത്ത് പോവാണ്. നമുക്ക് പേജിലേക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്. നമ്മുടെ പേജ് കുറച്ച് ദിവസമായിട്ട് അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. അതെ, ഓണം വരെ നല്ല തിരക്കായിരുന്നു. പക്ഷെ ഓണത്തിന് ശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളൊന്നും ഇട്ടിട്ടില്ല. നമ്മള് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, മെറ്റീരിയൽസ് ഒക്കെ പോകുന്നുണ്ട്. അല്ലാതെ നമ്മള് മോഡലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരെണ്ണം ഇടാൻ വിചാരിക്കില്ല. എന്നും നമ്മൾ മെറ്റീരിയൽ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണ് കളിക്കാൻ പോവാനാ? പൊക്കോ, ബായ്, പോയിട്ട് വാ. എന്തേ ഉമ്മ തരാനാ? ചിലപ്പോ അങ്ങനെ ചെയ്യും. അതെ, അല്ല അടിയിലൊന്നും പറഞ്ഞില്ലേ? പോവാ. എവിടെ മെറ്റീരിയല്? ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇൻഡിഗോ കാന്ത കോട്ടൺ ആണ് ഗൈസ് ഇത്. അപ്പോൾ ഈ മെറ്റീരിയലിന് പോയിട്ടില്ല, മറ്റേതുണ്ട് എൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൊടുക്കണം. ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല വൃത്തിയിലേക്ക് എടുക്കും അടിച്ചാൽ. അതുപോലെ ഇത് കുറച്ചുള്ള, ബാക്കി എന്നാലും കൊടുക്കാൻ വിചാരിച്ചു. ഇത് രണ്ടും ഒരുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ആദ്യം വാങ്ങിയത്, ഇതിന് അധികം മെറ്റീരിയൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു നല്ലൊരു എന്തായിരുന്നു കുർത്തല്ല, ഒരു എയർലൈൻ ടോപ്പൊക്കെ പോലത്തെ ഒരു ടോപ്പാണ് ഉദ്ദേശിക്കുന്നത്. ബലൂൺ സ്ലീവ് ആയിട്ട്, ബലൂൺ സ്ലീവ് കൈ. അപ്പോൾ ഇതുകൊണ്ട് ഇത് ലൈനിങ് വേണം. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രൈസ് മെറ്റീരിയലും അവൈലബിൾ ആണ്. മെറ്റീരിയൽ ബൾക്കായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഉണ്ട് അല്ലേ? ഇതിൻ്റെയും അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന് 1 മീറ്റർ 150 തോന്നുന്നുണ്ട്. 1 മീറ്റർ 150 ആണ്. ഇതിന് 170 തോന്നുന്നു, 160 170 തോന്നുന്നു. അത് പ്യുവർ കോട്ടൺ ആണ്. ഇത് പ്യുവർ ആണല്ലേ? ഇത് പ്യുവർ കോട്ടൺ ആണ് ഗൈസ്. അതുകൊണ്ട് അല്ല, റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, നമ്മൾ നോക്കണതില്. അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടോപ്പിന്റെ ലൈനിങ് കൊടുക്കാനുള്ളതാ. പേജിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഗൈസ് ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് പോവാണ്. ഈ ലൈനിങ് എടുക്കാറുണ്ട്, സോ ലൈനിങ് കൂടെ കൊടുക്കണം. പിന്നെ ഒരു മെറ്റീരിയൽ എടുത്തത് മീറ്റർ കുറവായിരുന്നു, ഞാൻ എടുത്തപ്പോൾ ഞങ്ങൾ മാറി എടുത്തു പോയി. സോ അതും മാറ്റിയിട്ട് കൊടുക്കണം. 1.5 മീറ്റർ ആയിട്ട് കൊടുക്കും. 1.5 മീറ്റർ ആയത് ഒരുപോലെ ചെയ്യുന്നുണ്ട്. മടക്കി വെച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ അത് എടുത്തിട്ടാണ് പോയി. എല്ലാവർക്കും വിചാരിക്കും എനിക്ക് ഡ്രസ്സ് മാത്രമല്ലോ എന്ന്. അതല്ല, ഏതെങ്കിലും പറയുന്നുണ്ട്. അപ്പം ഇതിട്ട് അങ്ങോട്ട് റെഡിയാക്കാൻ വിചാരിച്ചോ? അതേ ചുരിദാർ, നല്ല ചുരിദാർ കേട്ടോ, മീഷോന്ന് വാങ്ങിയത്. 530. 530 ഉണ്ട്. ഒരു ഷോളും ഉണ്ട്. ഇത് അമ്മയുടെ ഫേവറേറ്റ് ആയിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പോൾ എപ്പോഴും ഇത് പ്രതീക്ഷിക്കാം. എന്താ ഈ ടോപ്പ് ഇപ്പം എല്ലാവരുടെ അടുത്തും കാണുന്നുണ്ട്. ഞാൻ ഗ്ലാമികയുടെ അമ്മയുടെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. അതെ, അവളുടെ അമ്മയുടെ അല്ല, അവളുടെ വീഡിയോയിൽ കല്യാണിയുടെ ഞാൻ മേടിച്ചിട്ടില്ല. അതെ. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് കുറേ നേരമായി. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാര്യം മറന്നുപോയി. വൈകുന്നേരം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഇപ്പോൾ 6:45 സമയം. ഇതിൽ തെറ്റാണ്, ഇതിൽ ഒരു 1/4 മണിക്കൂറൊക്കെ കൂട്ടി പറയണം. 6:45 സമയം. വിളക്ക് വെച്ച് കഴിഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് വന്നു. അപ്പോൾ അതാണ് ഭസ്മം. ഗൈസ് അമ്മ അവിടെ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറഞ്ഞത്. പിന്നെ അടുക്കളയിൽ നഴ്സ് ബിസിയാണ്. നഴ്സ് ടാങ്ക് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടി നോക്കിയതാട്ടോ. അപ്പം നഴ്സ് ടാങ്ക് റെഡിയായോ? റെഡിയായോ? ഇല്ല, കാണിക്കട്ടെ. Can I show you? ഹോർലിക്സിലാണ് ഞങ്ങൾ ടാങ്ക് ഇട്ട് വെക്കാറ് കേട്ടോ. ഹോർലിക്സ് ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നോക്കട്ടെ. കസ്കസ് എവിടെ? വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടോ? വെറുതെ അപ്പുറത്തൊരു ഗ്ലാസ്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇനി പഠിക്കാറില്ല. 7 മണി 7:15 കഴിയും എന്നിട്ടാണ് പഠിക്കുക. അമ്മ ഇവിടെ എത്തിയാ? ഞാനൊരു സംഭവം ചെയ്യണം. ഓക്കെ. ഒരു മാല കൊടുക്കണം.
അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആരും ഇവിടെ ലൈറ്റ് വെച്ചിട്ട് നോക്കിയതാ. പിന്നെന്താ, പിന്നെ ഞാൻ മേലെ കഴുകിയിട്ടൊന്നുമില്ല അവിടെ, കാരണം ഏതായാലും ഒരു 1:30 മണി എന്തോ തലോണം ആരോടെ ഇട്ട് 1 മണിയായി കുളിക്കാൻ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ മേലെ കഴുകിയിട്ടില്ല. രാവിലെ ഇട്ട് ചെന്നിനും പോലും പോയിട്ടില്ല. ഓക്കെ, പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ഞാൻ നെർസ് മാത്രമേ ഉള്ളൂ ഫ്രെയിമിലല്ല വീട്ടിലും. ഞാൻ നെർസ് അമ്മയുള്ളൂ. ഋതുവും നീലും അച്ഛനും കൂടെ ഗുരുവായൂർ കൊടുക്കണം, അവർ കറങ്ങാൻ കൊടുക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടെ പടയായിട്ട് കാറിൽ പോകണ്ട വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ പോയെടുക്കുകയാണ്. ഇന്ന് എന്താ നെയ്റോസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പ്ലാൻ, അറിയില്ല. പെട്ടെന്നൊരു ഗുരുവായൂർ പോക്കായിരുന്നു, അപ്പോൾ അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ എന്താ പരിപാടി, അത് നെർസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മാത്സ് പഠിക്കാനുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിരുന്നതാണ്. നീലുവിൻ്റെ കുറച്ചൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് അവൾ പോയത് അല്ലേ? യെസ്. പിന്നെ ഇപ്പോൾ TV ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. TV ഉച്ചയ്ക്ക് വെച്ചു. ചിലപ്പോൾ ഞങ്ങൾ എൻ്റെ പഠിച്ച് കഴിഞ്ഞോണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഗൈസ്. ചിലപ്പോൾ ഞങ്ങൾ സിനിമ കാണും, ചിലപ്പോൾ അങ്ങനെ. എന്തുട്ടാ പറഞ്ഞ ഏത് സിനിമയൊന്നും അറിയില്ല ഗൈസ്. സെർച്ച് ചെയ്ത് കിട്ടുന്ന പടം, നല്ലൊരു പടം. നീലും ഉണ്ടാവില്ല, നീലു ടൈറ്റിൽ അണയ്ക്കുമ്പോഴേക്കും ഉറങ്ങിണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയിണ്ടാവും. ഞാനും നെർസ് തന്നെ 1 മണി 2 മണി വരെ ഇരുന്ന് കാണാറ് പടം. ഞാൻ ഉറങ്ങാറില്ല നെർസ്, ഞാൻ ഉറങ്ങാറില്ല. ഞാനും നെർസിന്റെ അവസാനം വരെ ചിലപ്പോ. ഇവളാണ് ഉറങ്ങാറ്. ഞാനും നെർസും പിന്നെ കുറച്ച് നേരം പുല്ലോത്തിയൊക്കെ കണ്ടിട്ട് ഇരുന്നോട്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്, ഞങ്ങൾ എപ്പോഴും ഇരുന്ന് കാണുകയാണ്. അവരുടെ ലേറ്റസ്റ്റ് വീഡിയോ ആയിരുന്നു ഇയർ പിയേഴ്സിങ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ TV യൂഷ്വലി വെക്കുകയാണെങ്കിൽ കൂടുതലും ഈ ചാനലാണ് വെക്കാറ്. പുള്ളോത്തി എന്നും പറയണമെങ്കിൽ കേൾക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ പുല്ലോത്തി എന്നാണ് പറയാറ്. പിന്നെ അത് കഴിഞ്ഞ് TV പാട്ടൊക്കെ വെച്ചിട്ട് ഇവർ വെറുതെ ഡാൻസ് കളിക്കും. വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ വെറുതെ ഇങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. സോ ബൈ.